അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ൽ കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും പ്രത്യേകിച്ച് അൻവാർ ഫജിൻ്റെ കുടുംബത്തിലെ കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയൊക്കെ ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ അതിൻ്റെ പുണ്യം അറിയാവുന്നവരാണ് മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ. അതായത് ചൊല്ലിയാൽ ചെയ്താൽ കബൂലാകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമലേ ഉള്ളൂ, അത് സ്വലാത്താണ്. വേറെ ഏത് അമലും മക്ബൂലാകാം, മർദൂദാകാം, സ്വീകരിക്കാം, തള്ളിക്കളയാം. സ്വീകരിക്കും ചൊല്ലിയാൽ. ആര് ചൊല്ലി, എന്തിന് ചൊല്ലി, എപ്പോൾ ചൊല്ലി, എത്ര ചൊല്ലി, ഇതൊന്നും വിഷയമല്ല. ചൊല്ലിയാൽ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറയുന്നു, പഠിക്കുന്നു. അക്കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു വേറിട്ട സ്വലാത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുന്ന സ്വലാത്ത് എന്ന് ഉലമാക്കൾ സാധാരണ പറയാറുള്ള, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ ഔലിയാക്കൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള സ്വലാത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധനായ വലിയ ആരിഫാൻ. ആ മഹാനുഭാവനൊക്കെ പതിവായി ചൊല്ലിപ്പോന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരോട് ചൊല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്ന പുണ്യമായൊരു സ്വലാത്തുണ്ട്. അതാണ് സ്വലാത്തു അൽഫി സ്വലാത്ത് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമായ സ്വലാത്തിന് അസ്വലാത്തുൽ കുബറ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട വലിയ സ്വലാത്ത് എന്നും പേര് കാണാൻ പറ്റും. അപ്പോൾ അൽഫി സ്വലാത്ത് എന്ന് പറയുന്ന ഈ പുണ്യമായ സ്വലാത്ത് ഒരു വിശ്വാസിനി ഏറ്റെടുത്ത് ചൊല്ലിയാൽ, അതായത് ഒരു ദിവസത്തിൽ ഒരു വട്ടം, ഒറ്റ വട്ടം, കഴിയുമെങ്കിൽ ഒരു 3 വട്ടം, ഒരു 5 വട്ടം, 7 വട്ടം, കഴിയുന്നത് പോലെ നമുക്ക് പതിവായി ചൊല്ലിക്കൊണ്ട് നടക്കാൻ ഒറ്റ വട്ടാണോ പറ്റുന്നത്, മതിയാകും. അങ്ങനെ ചൊല്ലിപ്പോരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പോരിശയാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവൊക്കെ കൂടുതൽ എണ്ണം നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കാം. മിനിമം ഒരു വട്ടം മനോഹരമാണ്. നമ്മൾ അറിയാതെ ചൊല്ലിപ്പോവും. പടച്ചവനെ, ഇനി ഞാൻ പതിവായി ചൊല്ലുന്നത് സ്വലാത്തുൽ കുബറയാകട്ടെ, അല്ലെങ്കിൽ അൽഫി സ്വലാത്ത് ആകട്ടെ എന്ന് കൊതിച്ചു പോകുമാറ് അത്ര എഫക്റ്റീവാണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കും. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ സ്വലാത്ത് യോഗ്യമാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വേശ്യ പെണ്ണ് വന്നുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ മാപ്പ് ചെയ്യാൻ, അള്ളാഹു പുറത്തു തരാൻ എന്താണ് മാർഗം? അവൾ സാനിയത്താണ്, ബഗ്ദാദിലെ വ്യഭിചാരിണിയായൊരു പെണ്ണാണ്. സ്വന്തം മോനെ സ്വന്തം മോൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആ മക്കൾക്കറിയില്ല ഇവൾ വ്യഭിചാരിണിയാണ്, പക്ഷേ ഇവർക്കറിയാം മോനും മോളുമാണെന്ന്. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കലടക്കമുള്ള നീചമായ ഒരുപാട് തിന്മകൾ ചെയ്തു പോയ പെണ്ണാണ്. എന്താ ഇതിൽ നിന്നും റിലീസാകാൻ ഒരു മാർഗം, അള്ളാഹു പൊറുക്കാൻ എന്താ മാർഗം ചോദിച്ച് ബഗ്ദാദി തങ്ങളോട്, ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് വന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നു, ആത്മാർത്ഥമായി കരഞ്ഞ് തൗബ ചെയ്തോളി, അള്ളാഹു സ്വീകരിക്കും. അതോടൊപ്പം പരിശുദ്ധമായ സ്വലാത്തുൽ കുബറ, അൽഫി സ്വലാത്ത് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് തീർക്കാൻ പറയുന്നുണ്ട്. ഈ പെണ്ണിനെ പിന്നീട് മരണത്തിന് ശേഷം, സാധാരണ അങ്ങനെ രോഗം വന്ന് മരിച്ചുപോയി പെണ്ണൊരു സമയത്ത്, പിന്നെ മനാമിൽ ആളുകൾ സ്വപ്നത്തിൽ കാണുമ്പോൾ സ്വർഗത്തിൽ വലിയ ദർജ. എന്താ കാരണം? മനമൊരുകിയിട്ട് തൗബ ചെയ്ത് തെറ്റുകൾക്ക് അള്ളാഹു കേൾക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ? റഹ്മാനും റഹീമായ പടച്ചവൻ നമ്മൾ കരഞ്ഞങ്ങോട്ട് പറഞ്ഞ, അള്ളാഹുവേ ഇനി ഒരിക്കലും ചെയ്യൂല, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു പരിഗണിക്കാതിരിക്കുമോ? അള്ളാഹു അത്ര റഹ്മാനല്ലേ, റഹീമല്ലേ. അള്ളാഹു നമുക്ക് മനസ്സ് തുറന്ന് തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേട്ടോളി പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ സ്വലാത്തും ചൊല്ലി ഞാൻ ഉന്നതമായ സ്ഥാനത്ത് സ്വർഗത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? ഈ തൗബയും ഈ പരിശുദ്ധമായ സ്വലാത്തുൽ കുബറ, അതിൻ്റെയൊക്കെ ഒരു പവറാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരുപാട് പോരിശയുള്ള പരിശുദ്ധമായ സ്വലാത്താണ്. ഈ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ 55 കോടി, ഇത് ചെറിയ കണക്ക് പറയാണ്, അതിനേക്കാൾ പുണ്യം ഒറ്റ സ്വലാത്ത് ഒറ്റ തവണ ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പറ്റുമാറ് അത്രയേറെ പുണ്യമാണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പകർച്ചവ്യാധികൾ,
ഇപ്പോൾ കൊറോണ വൈറസിൻ്റെയൊക്കെ ചെറിയൊരു വ്യാപനം തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് പ്രയാസകരമായി വന്നുകൊണ്ടിരിക്കുന്നു. ചില മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ന്യൂ വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചോനെ ഇത് പഴയതുപോലെ ആകുമോ? ഒരു പതർച്ചയും വേണ്ട. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ഇതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകാൻ ഈ സ്വലാത്തുൽ കുബ്ര എന്ന് പറയുന്ന സ്വലാത്തിന് പറ്റും എന്ന് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തേത്, ഖിയാമത്ത് നാളിൽ ഈ സ്വലാത്ത് ഒരു വട്ടെങ്കിലും പതിവാക്കി ചൊല്ലുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവരുടെ മുഖം വല്ലാത്ത പ്രശോഭിതമായി വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്ന മുഖമുണ്ടാകുമെന്ന്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ 4 കിതാബുകൾ, അവൻ്റെ വേദഗ്രന്ഥങ്ങൾ മുഴുവനായി ഓതിത്തീർത്ത ഖത്മ ചെയ്ത കൂലി അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. നാലാമത്തെ ഇതിൻ്റെ ബെനിഫിറ്റ്, പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ഒരു വട്ടം ഓതിയിട്ട് നമ്മൾ വെള്ളത്തിലേക്കോ ഭക്ഷണത്തിലേക്കോ മന്ത്രിച്ചാൽ അതിനുശേഷം അത് കഴിച്ചാൽ എന്ത് രോഗവും, എത്ര വലിയ രോഗവും ശിഫയായി കിട്ടാൻ കാരണമാകുമെന്ന്. അഞ്ചാമത്തൊരു നേട്ടം, ഒരാൾക്ക് കടം വീടി കിട്ടണം. ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ മതി. എത്ര ചൊല്ലാൻ പറ്റും അത്ര ചൊല്ലുക. എന്നിട്ട് ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുണ്ട് റബ്ബേ എൻ്റെ കടം വീട്ടിത്തരണം എന്ന് കൽബ് ടച്ച് ചെയ്തിട്ട് പറയാം അള്ളാഹുവിനോട്. അത്ഭുതകരമായി കടം വീട്ടപ്പെടുന്നതായി കാണാൻ പറ്റും. അതേപോലെ തന്നെ ആറാമത്തൊരു ബെനിഫിറ്റ്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ചിന്തിക്കാത്ത അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സിറ്, രഹസ്യങ്ങൾ, സീക്രട്സ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിലേക്ക് ഇട്ടുതരും, കണ്ണിൽ കാണിച്ചു തരും, കാതിൽ കേൾപ്പിച്ചു തരും. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ചുമ്മാ നമുക്ക് സ്ക്രീനിൻ്റെ മുന്നിൽ പറയാൻ പറ്റാത്തതാണ്. അത് അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. ആ വലിയ നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഏഴാമത്തൊരു നേട്ടം, ആഫാത്ത് മുസീബാത്തുകളുടെ 70,000 വാതിലുകളെ അള്ളാഹു ലോക്ക് ചെയ്യും, അടയ്ക്കപ്പെടും. അഫാത്ത് മുസീബത്ത് ഉണ്ടാകില്ല, അള്ളാഹിൻ്റെ കാകുണ്ടാവും. പകരം നിഅമത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ, മിന്നത്തിൻ്റെ കവാടങ്ങൾ ഓപ്പൺ ചെയ്യും. എത്ര സന്തോഷം എന്നറിയോ ജീവിതം. ലൈഫ് അത്ഭുതകരമായി മാറും. എട്ടാമത്തൊരു പ്രത്യേകത, അതിൻ്റെ ബെനിഫിറ്റ്, ആഗ്രഹങ്ങൾ നിറവേറാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ, ഹാജാത്തുകൾ നടന്നു കിട്ടാൻ ഈ സ്വലാത്ത് കൊണ്ട് പറ്റും. ഒമ്പതാമത്തെ മഹത്വം എന്ന് പറയുന്നത്, ഈമാൻ വർദ്ധിക്കാൻ, നല്ല യഖീന് കിട്ടും, ഉറച്ച ഈമാൻ കിട്ടും, വിശ്വാസം ഉണ്ടാകില്ല. പത്താമത്തെ പ്രത്യേകത, നമ്മുടെ ധനം, സമ്പത്ത്, കുടുംബം, ആഖിറം, അവിടെ എല്ലാം ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. 11ാമത്തെ ബറക്കത്ത്, അറിയാതെ നമ്മൾ ചിന്തിക്കാത്ത ഭാഗത്തുകൂടെ അള്ളാഹു വരുമാന മാർഗം തുറന്നു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അമ്പിയാക്കൾ ഔലിയാക്കളുമായുള്ള റൂഹിയായൊരു ബന്ധം, ഒരു ആത്മബന്ധം, അത് തീർച്ചയായിട്ടും വേണം. അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വലിയ സന്തോഷമാണ്. ചെറിയ കുറവൊന്നും ഒരു കുറവല്ല. ആത്മീയ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി, അമ്പിയാക്കളുമായി, ഔലിയാക്കളുമായി നമ്മുടെ ഒരു ഹൃദയബന്ധം, ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ സ്വലാത്തിൻ്റെ അത്രയേറെ ബറക്കത്തും ബെനിഫിറ്റുമാണ്. അപ്പോൾ ഈ മനോഹരമായ സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വട്ടം ചൊല്ലുന്നത് കേട്ടാൽ പടച്ചോനെ അള്ളാഹുവേ എത്ര മനോഹരമാണ്, നമ്മൾ അറിയാതെ ചൊല്ലിപ്പോകും. ഇതിന് അർത്ഥമൊന്നും അറിയണ്ട, അങ്ങോട്ട് ചൊല്ലിയാൽ കൂലി ഒരു പോയിന്റ് കുറയില്ല. ഇതിൽ പറയുന്നത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഓരോ പേരുകൾ പറയാം, ഓരോ ഇസ്മുകൾ, അവിടുത്തെ പ്രത്യേകമായ മഹത്വങ്ങൾ, സിഫത്തുകൾ, പേരുകൾ ഇങ്ങനെ ആവർത്തി പറയാം. എന്നിട്ട് ആ പേരുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ആയിരം സ്വലാത്ത്, കണ്ടില്ലേ, 10 ലക്ഷം സ്വലാത്ത്, 10 ലക്ഷം സലാം കൊടുക്കണമെന്ന ഓരോ വരികളിലും. അങ്ങനെ 55ഓളം വരികൾ ഈ 10 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ 55 കോടിയോളം വരുന്ന നന്മകൾ, സ്വലാത്തിൻ്റെ കൂലി നമുക്ക് ഡിപ്പോസിറ്റ് ആകും. മനോഹരമായ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം ഓടിച്ച്. അൽഹംദുലില്ലാ, ഇത് ഇന്നു മുതൽ പതിവാക്കും ഞാൻ. അല്ലാഹ് ഇത്ര ഗുണമുള്ള സ്വലാത്ത് എനിക്ക് അറിയാൻ നീ അവസരം തന്നല്ലോ, അത് ചൊല്ലാനുകൂടെ എന്നെ അനുവദിക്കണേ റബ്ബേ എന്ന് കൽബൊന്ന് തുറന്ന് ഉമ്മമാർ ഉപ്പമാർ തീരുമാനിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളെ സ്വീകരിച്ചു എന്നാ. മുഅ്മിനീങ്ങൾക്ക് മുടങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഏറ്റെടുക്കണം. നമുക്ക് ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
ألف ألف صلاة وألف ألف سلام عليك يا رسول الله يا سيد المرسلين. ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين. ألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين. ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين. ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين. ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الذاكرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين. ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين. ألف ألف صلاة وألف ألف سلام عليك يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا نبي الله. ألف ألف صلاة وألف ألف سلام عليك يا حبيب الله. ألف ألف صلاة وألف ألف سلام عليك يا من أكرمه الله. ألف ألف صلاة وألف ألف سلام عليك يا من علمه الله. ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله. ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله. ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله. ألف ألف صلاة وألف ألف سلام عليك يا من صوره الله. ألف ألف صلاة وألف ألف سلام عليك يا عبد الله. ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله. ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء. ألف ألف صلاة وألف ألف سلام عليك يا مصطفى. ألف ألف صلاة وألف ألف سلام عليك يا معلى. ألف ألف صلاة وألف ألف سلام عليك يا مجتبى. ألف ألف صلاة وألف ألف سلام عليك يا مزكى. ألف ألف صلاة وألف ألف سلام عليك يا مكي. ألف ألف صلاة وألف ألف سلام عليك يا مدني. ألف ألف صلاة وألف ألف سلام عليك يا قرشي. ألف ألف صلاة وألف ألف سلام عليك يا هاشمي. ألف ألف صلاة وألف ألف سلام عليك يا أبطحي.
ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف صلاة وألف ألف سلام عليك يا صاحب الكوثر ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المعراج ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين والآخرين ألف ألف صلاة وألف ألف سلام عليك يا سيد الكونين والثقلين ألف ألف صلاة وألف ألف سلام عليك يا صاحب النعلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا نبي الله إلى يوم الدين والحمد لله رب العالمين وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى عبادك الصالحين وعلى أهل طاعتك أجمعين وارحمنا معهم يا أرحم الراحمين والحمد لله رب العالمين. അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാ. എത്ര മനോഹരമാണ്, ചൊല്ലാൻ കൊതി തോന്നിയില്ലേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, അറിയാതെ കൂടെ ചൊല്ലിപ്പോയില്ലേ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله. بسم الله ما شاء الله
لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله